ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും സേഫ് ആയിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും മഴക്കാലം തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ന്യൂസ് വെച്ചപ്പോൾ തന്നെ ആദ്യത്തെ വാർത്ത കേട്ടത് വെള്ളക്കെട്ടി വീണ് ഒരാൾ മരിച്ചു എന്നാണ്. കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ആൾ മരിച്ചു എന്നാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. വെള്ളത്തിലൊക്കെ കുളിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ മഴ വന്നു, തോടുകളിലും കുളത്തിലൊക്കെ വെള്ളമായി. അപ്പോൾ പിള്ളേരൊക്കെ കുളിക്കാൻ പോകുന്നവരും വളരെയധികം സൂക്ഷിക്കാനും കുളിക്കാൻ പോകണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് എന്നും കേക്ക് എവിടെയെങ്കിലുമൊക്കെ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പിള്ളേർ കുളിക്കാൻ പോയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നെഗറ്റീവ് അടിച്ചല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എനിക്ക് ഈ കാര്യത്തിലൊക്കെ ഭയങ്കര പേടിയാണ്. ഇവരൊക്കെ ആണെങ്കിലും ഈ മീൻ പിടിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും പറയാണ് സൂക്ഷിക്കുക. ഇങ്ങനെ ഇപ്പോൾ കുളത്തിൻ്റെ ആയതുകൊണ്ടൊക്കെ ആയാലും മണ്ടിടിഞ്ഞ് നിൽക്കുകയൊക്കെ ആയിരിക്കും. അപ്പോൾ സൂക്ഷിക്കാൻ പറയാൻ ഇപ്പോൾ എല്ലാവരോടും. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഒരു ചെറിയൊരു ഈവനിങ് റുട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴക്കാലം ആയപ്പോൾ തന്നെ മനസ്സിന് എന്തോ ഒരു ജാതി പോലെ. ഇത്രയും നാളും ചൂട് കാലത്തിനെ കുറിച്ചായിരുന്നു എല്ലാവരും ഞങ്ങളടക്കം കുറ്റം പറഞ്ഞു. എന്തൊരു ചൂടുണ്ടെന്ന് മാറിയാൽ മതി, മഴ പെയ്താൽ മതി. പക്ഷെ മഴ പെയ്തപ്പോൾ അതിനേക്കാളേറെ ബുദ്ധിമുട്ടാണ്. ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഒത്തിരി പേർക്ക് വെള്ളക്കെട്ടുണ്ട്, വീട്ടിൽ വെള്ളം കയറുക. ഈ കുറച്ച് നേരം മഴ പെയ്തപ്പോഴേക്കും തന്നെ പലയിടങ്ങളിൽ വെള്ളക്കെട്ടൊക്കെ വന്നിട്ട് ഭയങ്കര ആൾക്കാർക്ക് മാറി താമസിക്കേണ്ടി വരാണ്. അപ്പോൾ മഴക്കാലത്തിൻ്റെ ഇത് വേറൊരു സംഭവം തന്നെയാണ്. പല കാര്യങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പോൾ പണിക്ക് പോണവരാണെങ്കിലും എന്താ പറയുക, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതേ മഴ ഇവിടെ കുറച്ച് നേരമായി തുടങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. അച്ഛൻ എന്നത്തെയും പോലെ ഷർട്ട് ഇടാണ്ട് വന്നു, എന്നെ കണ്ടപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. 2 ചെക്കന്മാർ ഉറങ്ങി. ചേട്ടനാണെങ്കിൽ ഇതിപ്പോൾ എന്തോ കാര്യത്തിന് പുറത്ത് പോയിട്ടുണ്ട്. നീച്ചേട്ടനും അച്ഛനും ഉള്ളിലുണ്ട്. അമ്മതേ നമ്മുടെ തൊടിയിലും പറമ്പിലൊക്കെ ഇറങ്ങി നടക്കുകയാണ്. ഒരു കരിപ്പടിയൊക്കെ ചാടനെ കണ്ടു. അപ്പോൾ അച്ഛനും നീൽച്ചേട്ടനൊക്കെ പോയിട്ട് പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ചെറിയൊരു ഈവനിങ് റുട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു മഴ ദിവസത്തിൻ്റെ. അത് മാത്രമല്ല, 5 ചേച്ചിയും പിള്ളേരും ഇവിടെ ഇല്ല, അവർ വീട്ടിലാണ്. വെക്കേഷൻ ആയതുകൊണ്ട് നിൽക്കാൻ പോയിരിക്കുകയാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിയാറായല്ലേ. അപ്പോൾ ഗൈസ്, ഞാൻ വീണ്ടും എത്തിരിക്കുകയായിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ അഗാറിൻ്റെ റീക്കൽ 800 വാട്ട്സ് ആൻഡ് ഹെൽഡ് വാക്യൂം ക്ലീനർ ഫോർ ഹോം യൂസ്. താഴേക്ക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡസ്റ്റ് കളക്ടിങ് ഏരിയ കേട്ടോ. ഇതിൽ 0.8 ലിറ്റർ ഡസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റും. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വാക്യൂം ക്ലീനർ ആയതുകൊണ്ട് തന്നെ ഏത് മുക്കുമൂലയും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതായത് ബുക്സ്, ഫർണിച്ചർ, ഫ്രെയിംസ്, കർട്ടൈൻസ്, കമ്പ്യൂട്ടേഴ്സ്, കാറ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അല്ലെങ്കിൽ ഒരുപാട് ഏരിയാസ് നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കോഡ് ആണെങ്കിൽ വളരെ വലുതാണ്. 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രഷസ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഏരിയ ആണോ ക്ലീൻ ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ബ്രഷ് നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ 3rd വൺ ക്രിവൈസ് നോസിൽ നമുക്ക് കണ്ണും അതേപോലെ നമ്മുടെ കയ്യൊന്നും എത്തിപ്പെടാത്ത ഏരിയാസിലൊക്കെ നമുക്കത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഡെമോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ വർക്കിങ്ങും വളരെ ഈസിയാണ്. കാരണം തന്നെ ഹാൻഡ് ഹെൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് എവിടെ വേണമെങ്കിലും ഇത് കൊണ്ട് നടന്ന് യൂസ് ചെയ്യാം. ഇതിൻ്റെ കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും വളരെ ലെങ്ത് ഉള്ളതാണ്. എല്ലാ ഏരിയസും വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ താഴെ ഇപ്പോൾ കുറച്ച് പൊടി ഉണ്ടായിരുന്നു ടൈൽ, അതാട്ടോ ഇപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാൻ പോണത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കരടും ക്ലീൻ ആവുന്നുണ്ട്. ഇതിൽ ഡസ്റ്റ് കളക്ടിങ് പാർട്ട് ക്ലീൻ ചെയ്യാനും വളരെ ഈസി ആട്ടോ. ഹെയ്സൽ ഫ്രീ ക്ലീനിങ് ആണ്, അതായത് ബാക്ക്ലെസ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡസ്റ്റ് കളക്ടിങ് ബാഗ് ക്ലീൻ ചെയ്തിട്ട് ടൈം കളയേണ്ട ആവശ്യമില്ല, വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഈ പ്രോഡക്റ്റിന് എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ കണ്ടിന്യൂ
അമ്മയാണെങ്കിൽ വേസ്റ്റൊക്കെ കൊണ്ടു കളഞ്ഞിട്ട് വരാണ്. പിന്നെ ഇതേ പച്ചക്കറികളൊക്കെ ഒന്ന് ചെന്ന് നോക്കി. ഇതിനെ തൊട്ട് മറ്റേ താങ്ങ അങ്ങനെ വെച്ചുവിടണമെങ്കിൽ കാറ്റൊക്കെ വരുമ്പോൾ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അച്ഛനാണെങ്കിൽ ഇതേ വല നമ്മുടെ കുളത്തിൻ്റെ സൈഡിൽ ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കരിപ്പിടി 2 എണ്ണം കിട്ടിയിട്ടുണ്ട് കയറി വന്നിട്ട്. അപ്പോൾ അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ അച്ഛൻ വീണ്ടും വീണ്ടും പിടിക്കാനുള്ള ത്വരയിൽ വീണ്ടും വീണ്ടും വലകൾ ശരിയാക്കുന്നു. നമ്മുടെ ഏട്ടനും വരുന്നുണ്ട്. ഏട്ടൻ 5 ശില എടുത്തായിരുന്നു. അപ്പോൾ ചേട്ടനും വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ 2 പുത്രന്മാരും ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരാൾ എണീറ്റിട്ടുണ്ട്, ഐനൂസ് എണീറ്റിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങി. ചിലപ്പോൾ നല്ല തണവിൻ്റെ ഒക്കെ ആയിരിക്കും. വീണ്ടും എൻ്റെ മേത്ത് നല്ല കെട്ടി പിടിച്ച് കെടുക്കണുണ്ട്. അപ്പം ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. ഇത്ര നേരമായിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴയ്ക്കായിരുന്നില്ല, ചൂടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വേർക്കുന്നില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇപ്പോൾ വെല്ലിച്ചനെ കാണാൻ വേണ്ടിയിട്ട് പോകണം. വെല്ലിച്ചൻ്റെ ഹോസ്പിറ്റലിൽ എടുക്കേണ്ട സുഖമില്ലാണ്ട്. അപ്പോൾ വെല്ലിച്ചനെ കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതേ വേഗം കുളിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാറുണ്ട്, അതുകൊണ്ട് നമ്മൾ 2 പേരെയും കൊണ്ടുപോകുന്നുണ്ട്. അമ്മ ഓൾറെഡി അവിടെ ഉണ്ട്, അമ്മയും വലിയമ്മ ഉണ്ട്. അമ്മ അവിടെ നാളെ പോവുള്ളൂ ഇനി. അപ്പോൾ അമ്മേൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെയാണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ അമ്മ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കണം. അപ്പോൾ എന്തായാലും ഓടിപ്പോയി കുളിക്കട്ടെ. 10 മിനിറ്റിനുള്ളിൽ കുളിച്ചിറങ്ങാനാണ് നമ്മൾ നിഖിൽച്ചേൻ്റെ വാണി. ഓക്കെ, കേറിയിരിക്കും. വീഴും, അച്ഛമ്മ വീഴൂടാ. മഴയുണ്ടാ? അല്ലോ ഷൂ വീടിച്ചാ നിനക്ക് എന്തുട്ടാടാ? ഇവിടെ മഴയടാ. അപ്പോൾ അതേ പറഞ്ഞ പോലെ തന്നെ ഞാൻ വേഗം റെഡി ആവുന്നുണ്ട്. പിള്ളേരൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അമ്മ ഗുരുശ്രീക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോണത്. വെല്ലിച്ചന് ഷുഗർ കൂടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ അമ്മയുണ്ട്, മാമിയുണ്ട്, ചേച്ചിമാരൊക്കെ ഉണ്ട് അവിടെ. എവിടെ തല്ലി അച്ഛൻ? അല്ലൂനും കിട്ടാ. എല്ലാരും കിട്ടിച്ചുട്ടപ്പെടാ. അയ്യോ, എവിടെ തല്ലിയത്? അച്ഛന്റെ സുന്ദര കുട്ടപ്പനവിടെ? അച്ഛന്റെ സ്വത്ത് എവിടെ? അച്ഛന്റെ സ്വത്ത് ഏത്? അച്ഛന്റെ ഷർട്ട്. ഈ ടോപ്പ് ആനിവേഴ്സറിക്ക് നിഖിൽച്ചാൻ എടുത്തതാ കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല, പക്ഷെ ഇട്ടപ്പോൾ രസമുണ്ട്. ആ ഒരു ബ്ലാക്ക് സ്കേർട്ടിൻ്റെ കൂടെ രസമുണ്ട്. അച്ഛനപ്പോൾ വേഗം വരാൻ പറയായിരുന്നു. വന്നിട്ടൊരു കല്യാണ വീട്ടിലേക്ക് പോകണം. അപ്പോൾ നാളെ എനിക്ക് കല്യാണം. അപ്പം എൻ്റെ കല്യാണ തലൂസാണ്. അപ്പോൾ വേഗം വരാൻ പറഞ്ഞതായിരുന്നു. നമ്മൾ ടാറ്റ പോകുന്നുണ്ടായിരുന്നു. ആ ടാറ്റ ഫ്ലൈങ് കിസ് കൊടുത്ത എല്ലാവർക്കും. ഹലോ ഹായ് പറഞ്ഞ ഡ്രസ്സിനിക്ക് നിഖിൽച്ചേട്ടൻ വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്തുണ്ടാ കേട്ടോ. ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു പലാസ പോലത്തെ പാൻറ്റാണ്. പക്ഷേ എങ്കിൽ അതും എന്തോ ഒരു കറയിട്ടുണ്ട്. വാങ്ങിച്ചതിന് ശേഷം ആയതാണ്. അപ്പം ഞാൻ എൻ്റെ അടിക്ക് പാവാട എടുത്തിട്ടു. എനിക്ക് ഹൗസ് ഇറ്റ് സെലക്ഷൻ ഒന്നും നല്ലതായിരിക്കും. എൻ്റെ സെലക്ഷൻ എത്തിട്ടാറുള്ള മഴക്കാലം എനിക്ക് ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളം കിട്ടും. ആ പക്ഷെ എന്തായാലും കുറച്ച് മഴ പെയ്തപ്പോഴേക്കും ആകെ സീനായി തുടങ്ങിയല്ലേ. അതുകൊണ്ടല്ലടാ പണ്ട് ഇതിനേക്കാളും കൂടുതൽ മഴ പെയ്യും. ഓർമ്മയില്ലേ കാലവർഷം എന്ന സംഭവം? അതല്ല ഞാൻ പറഞ്ഞ കേക്ക് നിക്ക്. ഇതിപ്പോ കുറച്ചും കൂടി കുറച്ചായപ്പോഴേക്കും പെട്ടെന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടു തുടങ്ങി. പണ്ടെന്നൊന്നും പറയാം ഇത്ര പെട്ടെന്നൊന്നും വെള്ളക്കെട്ടൊന്നും ഉണ്ടാവില്ല എന്ന് സംഭവം. ജനസംഖ്യ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്നു. പാടങ്ങളും തോടുകളും കുളങ്ങളും എല്ലാം നികത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ വെള്ളങ്ങള് ഉൾക്കൊള്ളാനുള്ള സ്ഥലം വേണ്ടേ? എന്തൊക്കെ ഇതില് ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ കംപ്ലീറ്റ് എന്താണ് പാടങ്ങളാണ്. ഈ വീട് ഇപ്പൊ ഈ 100-150 വീടുകൾ വന്നു തന്നെ ആലോചിക്കുക. പാടങ്ങളൊക്കെ നികത്തിയിട്ടല്ലേ. പിന്നെ നമ്മളിങ്ങനെ റോഡ് സൈഡിലൊക്കെ ആയാലും ഫുള്ളിങ്ങനെ ഇടല്ലേ ടൈൽ എന്താ പറയാ? അതൊക്കെ അവിടെ നിന്നുള്ള വെള്ളങ്ങളാണ് സാധാരണ രീതിയിൽ ഈ എന്താ പറയാ ഓടകളിലൂടെയും ചാലുകളിലൂടെ ഒക്കെ നമ്മുടെ നാടുകളിലേക്ക്
ഐനൂസിൻ്റെ കയ്യിലാണെങ്കിൽ നമ്മുടെ പാറു ചേച്ചിയുടെ ഒരു കൈച്ചേൻ ഉണ്ടായിരുന്നു കേട്ടോ, മറ്റേ പൂക്കളൊക്കെ ഇട്ടുള്ളത്. അത് എവിടെ നിന്നോ കിട്ടി. അതേ പിന്നെ അപ്പം ഞാൻ കണ്ടപ്പോൾ വെറുതെ കൈമിട്ടെടുത്തായിരുന്നു. അത് പിന്നെ അത് ഊരിയിട്ടില്ല, ഊരാനും സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട് ആ പെൺകുട്ടികളെല്ലാം ഇടണ്ടടാന്നൊക്കെ പറയുന്നത്. എവിടെ അവന് അത് ഒന്നില്ലെങ്കിൽ അവനത് കൈ പിടിക്കണം, അല്ലെങ്കിൽ അത് അവന് ഇടണം. നമ്മുടെ അല്ലുകുട്ടനാണെങ്കിലും വെരി ഗുഡ് ബോയ് ആയിട്ട് ഞാനും നീൽച്ചേട്ടൻ എന്താ പറയണതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയാണ്. എത്തി നമ്മൾക്ക് ഇതൊക്കെ ഊരി വെക്കിട്ടു. അച്ഛോട് പറയ അച്ഛാ വിളിച്ചേ, അച്ഛാന്ന് വിളിച്ചല്ലോ, അച്ഛാന്ന് വിളിച്ചേ. അലവിളിക്ക് പ്ലീസ് ഉണ്ട്, അച്ഛാന്ന് വിളിക്കല്ലോ. അയിന് വിളിച്ച അച്ഛാന്ന്. ഞങ്ങളുടെ അമ്മ പറയുന്നൊന്നും അനുസരിക്കില്ല. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ചെക്കന്മാരും എടുത്തിട്ട് എത്രയോ 6ാം നിലയിലാണ്. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെളിച്ചനാണെങ്കിൽ ഇപ്പോൾ ഷുഗർ കുറയാത്തതുകൊണ്ട് ഒബ്സർവേഷനിൽ വെച്ചിരിക്കുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വെളിച്ചൻ ഓക്കെയാണ്. അതിന് നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത് കേട്ടോ. വെളിച്ചന് എന്തായാലും കാണാൻ പറ്റില്ല. എന്താ വിസിറ്റിംഗ് ടൈം കാലത്തും അതേപോലെ തന്നെ ഉച്ചയ്ക്കും എത്രയോ സമയമുണ്ട്. അതേപോലെ തന്നെ കയറി 2 പേർക്ക് കാണാനും പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് അലൗഡ് അല്ല. ഇപ്പോൾ നമ്മൾ നേരെ റൂമിലേക്കാണ് പോണത്. അപ്പോൾ അവർ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട്. അമ്മയും മേമയ്ക്ക് ഉണ്ടല്ലോ, വലിയമ്മയ്ക്ക് ഉണ്ടല്ലോ, ചേച്ചിയും ചേട്ടനും ഉണ്ട്. ഇത് ലീലമാമനെ കണ്ടിട്ടുള്ള എക്സ്പ്രഷനാട്ടോ. അമ്മ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു, ഞങ്ങളെ കാത്ത് നിൽക്കായിരുന്നു അമ്മ. അപ്പോൾ അമ്മേനെ കാണുമ്പോൾ എക്സ്പ്രഷനാണ്. അവന് ഭയങ്കര ഇഷ്ടമല്ല ലീലമാമനെ. നമ്മളത് ഇപ്പോൾ ക്രാഫ്റ്റിലാണ് കാണിച്ചിട്ടുള്ളത്, ARലാണ്. സോ അതെ, അവിടുത്തെ റൂമൊക്കെ നല്ല വലിയ റൂമായിരിക്കും കേട്ടോ. കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോസ്പിറ്റലാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ റൂമിൽ മാത്രമായിരിക്കും ഇത്ര അധികം പേരുള്ളത്. വേറെ എല്ലാ റൂമിലും 2 പേരുണ്ടാവുള്ളൂ. അപ്പോൾ അതേ ഞങ്ങൾ വന്നിരുന്ന ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറയുകയാണ്, ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് പിള്ളേർ ഇവർക്ക് അമ്മമാർക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്നവർ ആരും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ അവർക്കും വിശക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവരെന്താന്ന് വെച്ചാൽ പറയണത്, കഴിഞ്ഞ ദിവസം നിഖിൽ ചേട്ടൻ എനിക്കൊരു പണി തന്നിരുന്നു, എന്നെ കാണാൻ ദിവ്യാണിയുടെ പോലെ ഇല്ലേന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് വന്നിട്ടുള്ള കമൻസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്, അതാണ് ചേട്ടൻ അങ്ങനെ ഇട്ടുപോയത്. അപ്പോൾ നമ്മളെന്തായാലും ക്യാൻറ്റീനിൽ പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതേ ക്യാൻറ്റീനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവർക്കും കൂടിയും കഴിക്കണോണ്ട് ഞാൻ ദോശ പറഞ്ഞു, മസാല ദോശ പറഞ്ഞു. എല്ലാവരും മസാല ദോശ, ഗീ റോസ്റ്റ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേ ഗൈസ് എൻ്റെ മസാല ദോശ വന്നിട്ടുണ്ട്. മേമയും അമ്മ എന്തോ ഗീ റോസ്റ്റ് പറഞ്ഞു തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല വലിയ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള മസാല ദോശയായിരുന്നു. ഞാൻ എടുത്ത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ ആര്യാസിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു സംഭരത്ത്. അത് ഭയങ്കര കുഞ്ഞ് മസാല ദോശയായിരുന്നു. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക വെർത്താട്ടോ. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു ചമ്മന്തിക്കൊക്കെ ആണെങ്കിലും. പിന്നെ അവരെന്തോ ഇതൊക്കെ പറഞ്ഞു, ബജ്ജീസ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലു നോ 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 അത് എടുക്കല്ലേ. അമ്മ തരും കേട്ടാ. അമ്മയുടെ ടേസ്റ്റ് ഉണ്ടോ മസാല? അമ്മ ഒതുങ്ങിന്നോടത്തമ്മ, ഒതുങ്ങിന്നോട് ബാക്കിലാ. എന്നിട്ടാ വേണ്ടേ? ഇവരെന്തോ ഫ്രൈഡ് റൈസ് കഴിച്ചെന്ന് തോന്നുന്നുണ്ട്. ഉണ്ണിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ അവനത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവരെയും വയറ് ഫുള്ളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്ലേ ഏരിയ ഉണ്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കൊണ്ടിരുത്തി മറ്റേ ഇതിലിങ്ങനെ ഒഴുകാൻ ഇവർക്ക് 2 പേർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ലീലമ്മ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് 2 പേര് ഒഴുകാനായിട്ട്. വെള്ളം ഉണ്ട് ഇവിടെ. പിടിക്ക ഷോൾഡർ പിടിക്കട്ടെടാ.
വാവ് അല്ലോ അല്ലോ എനിക്ക് വാ വാ അതിലില്ല കഴിഞ്ഞു വേറെ മേടിച്ചില്ല വേറെ നമ്മളത് നേരെ വീട്ടിലേക്കായിട്ട് പോണത്. വീട്ടിലെത്തിയിട്ട് നമ്മൾ ഐനൂസിന്റെ ഡ്രസ്സൊന്നും മാറ്റിക്കാനുണ്ട്, അതുകൊണ്ട് കഴിച്ചിട്ട് നമ്മൾ പോവാണ് കല്യാണ വീട്ടിലേക്ക്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും അച്ഛനും അമ്മക്ക് റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഐനൂസിനെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ചു. കാരണം അവിടെ മറ്റേ ആ സാധനത്തിൽ ഒഴുകിയിട്ട് ട്രൗസറൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അച്ഛൻ്റെ ഭാഗം മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പമ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അല്ലുക്കുട്ടനാണെങ്കിൽ അച്ഛൻ്റെ മേത്ത് ഇരുന്നിട്ട് നല്ല കുതിരകളിയാണ്. ഇപ്പം രണ്ടുപേർക്കും ഈ ഒരു കളി കൂടുതലാണ്, ഇങ്ങനെ മേത്ത് കുത്തി മറിയാന്നുള്ളത്. അപ്പോൾ ഗൈസ് ദേ നമ്മൾ കല്യാണം നടക്കുന്ന ഹാളിൽ എത്തിയിട്ടുണ്ട്. ഹാളിൽ വെച്ചിട്ടാണ് അപ്പോൾ ഫംഗ്ഷനൊക്കെ അന്നത്തെ നടത്തിയിരുന്നത്. അപ്പോൾ അത് ഇവിടെ പെൺകുട്ടിയുടെ ഹൽദി മധുരവെപ്പ് സംഭവങ്ങളൊക്കെയാണ്. അപ്പം നല്ല അടിപൊളി പാട്ടും അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ കൊച്ചായ കേട്ടോ. പിന്നെ എന്നിട്ട് അപ്പോൾ ഞാനും ഐനൂസും മല്ലൂസും ചേട്ടൻ മാത്രമേ മുകളിലേക്ക് കയറി വന്നുള്ളൂ. അച്ഛനും അമ്മയും താഴെ നിൽക്കുന്നുണ്ട്, അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ നല്ല തകൃതിയായിട്ട് ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ താഴത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡിന് എന്തൊട്ടൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സഹദേവമാവൻ്റെ റിലേഷനിലുള്ളൊരു കല്യാണമാണ്. അപ്പോൾ മാമനാണ് അവിടുത്തെ പാചകം. അപ്പോൾ പാചകപ്പുരയിലിരുന്ന് സലാഡ് കുറച്ച് എന്താ പറയുക പോരായ്മ വന്നിട്ട് അതിന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാമനോട് കുറച്ച് കുശലങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കലവറയിലാട്ടോ, അച്ഛനും ചേട്ടനും അമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നാളത്തേക്കുള്ള നമ്മുടെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു ഭാഗത്ത് തെക്കൂ തിളച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഇതുകൊണ്ട് ഫുഡ് കഴിക്കാതിരിക്കണം. പിന്നെ എന്നിട്ടോ ഇന്ന് സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും ബീഫും ചിക്കനുമാണ്. അപ്പോൾ ഞങ്ങൾ അധികം ലൈറ്റ് ആക്കാണ്ടിരുന്നു. ഇവന്മാർ കഴിച്ചോളും, നെയ്ച്ചോറായതുകൊണ്ട് ഇവർ കഴിച്ചോളും കേട്ടോ. അപ്പോൾ അതേ രണ്ടുപേരും കൂട്ടി ഇരുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം കൊള്ളായിരുന്നു, വലിയൊരു ഹൈപ്പില്ലെങ്കിലും ഓക്കെ ആയിരുന്നു. നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എന്തുട്ടാ മറ്റേരാ വീട്ടിലെത്തിയിട്ടുണ്ട്. അതേ വന്ന് കുളിപ്പിച്ചൊക്കെ ഡ്രസ്സ് മാറി എല്ലാത്തിനും. ഇനിയിപ്പോൾ എന്താ ഇവിടെ ഉറക്കണം കാര്യങ്ങളെന്നും പതിയെ പോലെ തന്നെ അതങ്ങനെയാണല്ലോ. അപ്പോൾ അതേ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു എന്താ പറയുക ഒരു ഉച്ചരിട്ട് സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഈവനിങ് റുട്ടീനിലുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചെറിയ വീഡിയോ ലൈക്ക് ഇഷ്ടമായിരിക്കും. ഞാൻ കണ്ണാടൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്, അച്ഛൻ ഗീതറിൻ്റെ കണ്ണാടൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എന്നോട് സമ്മതിക്കുന്നില്ല. ചേരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ ചാനലും വീഡിയോസൊന്നും കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.